എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന അപകടങ്ങളുടെ ഒരു സീരിയൽ കാലഘട്ടമാണ്. നമുക്ക് എല്ലാം അറിയാം, എന്തപകടം എവിടെ നടന്നാലും അത് മറ്റുള്ളവരുടെ അനാസ്ഥത മറച്ചു വയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് കാട്ടിക്കൂട്ടുന്ന ഒരു തരികിട പരിപാടിയാണ് കുറച്ച് ലക്ഷങ്ങൾ കൊടുത്ത് സമാധാനം അപകടപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വായടപ്പിക്കുക. ഇതാണിപ്പോൾ സാധാരണയായി നടന്നു വരുന്നത്. മറിച്ച് കാലവർഷം വരുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന അപകടങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനു മുമ്പേ ഉദ്യോഗതലത്തിലിരിക്കുന്നവർ ആ ഭാഗങ്ങൾ സന്ദർശിച്ച് അതിനുവേണ്ടി പ്രതിവിധി നടപ്പിലാക്കുന്നതിന് പകരം അതൊന്നും അറിയാതെയും കാണാതെയും മറ്റെന്തെങ്കിലും പരിപാടിയുമായി നടന്ന് അപകടം നടന്നാൽ ഓടിയെത്തും പത്രക്കാരും ഞാനടക്കമുള്ള മാധ്യമക്കാരും സോഷ്യൽ മീഡിയയിലൊക്കെ അതിന് ഘോരം വാർത്തകൾ കൊടുക്കുന്നു. ഒരു 2, 3, 4 ദിവസം അതങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേക്കും. അവസാനം എത്ര കണ്ട് പ്രതിഘാതങ്ങളുണ്ടാകുന്നു അതിനെല്ലാം ശമിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് പൈസ കൊടുക്കും, മന്ത്രിസഭ അംഗീകരിക്കും. ഇത് നടന്നു വരുന്നൊരു സ്ഥിരം പരിപാടിയാണ്. ജീവൻ നഷ്ടപ്പെടുന്നവരുടെ ആ കുടുംബങ്ങൾ അത് അവരുടെ കാര്യം അതുകൂടെ നിൽക്കും. പിന്നെ സാധിച്ചാൽ എവിടെയെങ്കിലും ഒരു ജോലി കൊടുത്ത് അവരെ സമാധാനപ്പെടുത്തും. ഇതാണിപ്പോൾ കേരളത്തിൽ നടന്നു വരുന്ന ഒരു പ്രക്രിയ. എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർ അവരുടെ ജോലികൾ വ്യക്തമായി നോക്കുന്നില്ല? ഇലക്ട്രിസിറ്റി വൈദ്യുതി ഡിപ്പാർട്ട്മെൻറ്റ് നല്ലതുപോലെ അറിയും. അവിടെ സൂപ്പർവൈസേഴ്സുണ്ട്, എൻജിനീയേഴ്സുണ്ട്. അവർ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ പൊട്ടി വീഴുന്ന കമ്പികളും അപകടം വിളിച്ചു വരുത്തുന്ന പോസ്റ്റുകളും അവർക്ക് അനായാസം കണ്ടുപിടിക്കാം. അനായാസം അവർക്ക് അപകടം വരുന്നതിന് മുമ്പേ അതിനെ വേണ്ട രീതിയിലുള്ള സുരക്ഷിത മാർഗങ്ങൾ കണ്ടെത്താനും സാധിക്കും. ഇതൊന്നും ചെയ്യാതെ അപകടം നടന്നു കഴിഞ്ഞാൽ കുറച്ച് ലക്ഷങ്ങൾ കൊടുത്ത് പാർട്ടിക്കാരെയും അല്ലെ അതിൻ്റെ ഉദ്യോഗസ്ഥരെയും രക്ഷപ്പെടുത്താനുള്ള പരിപാടികളും കാട്ടിക്കൂട്ടുക. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. ആരും മരണപ്പെട്ടാലും അതിൽ ആർക്കും ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കില്ല. അതായത് നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ നടന്ന എയർ ഇന്ത്യ വിമാനം തകർന്നതുപോലെ റിപ്പോർട്ടുണ്ടാക്കാൻ പല ആൾക്കാർ അത് പൈലറ്റിൻ്റെ അമ്മ മരിച്ച കാരണം പൈലറ്റ് സ്വയം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കാട്ടിക്കൂട്ടിയതാണ്. ഈ പറയുന്ന വിഡ്ഢിത്തരങ്ങളാണ് അന്തരീക്ഷത്തിൽ കൂടുതലും പറഞ്ഞു കേൾക്കുന്നത്. ഒരു ആത്മഹത്യ ചെയ്യാൻ ഒരു മനുഷ്യനും ജനങ്ങളെയും കയറ്റിയ ഫ്ലൈറ്റും കൊണ്ട് മുകളിൽ കൊണ്ട് കത്തിക്കാറ്. ഇതൊക്കെ വിഡ്ഢിത്വം പറഞ്ഞ് പരത്തുകയുള്ളൊരു സംവിധാനമാണ്. അതുപോലെ തന്നെയാണോ ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ ഏതും എവിടെയും ഒരു പരിഹാരമാർഗം കാണുന്നതിന് പകരം കൂടുതൽ വഷളത്തരമാക്കാനുള്ള സംവിധാനങ്ങളാണ് പല കോണിൽ പലരും ഉണ്ടാക്കി വയ്ക്കുന്നത്. എനിവേ, ഇനിയെങ്കിലും ഗവൺമെൻറ് വേണ്ട ഉറച്ചൊരു തീരുമാനം എടുക്കുക. ഈ ഫയർ ആൻഡ് റെസ്ക്യൂസ് എന്ന് പറയുന്ന സേനയുണ്ട്. അവർക്ക് അപകട മേഖലകൾ എവിടെയാണെന്നറിയാം, അതെന്ത് അപകടം സംഭവിക്കുന്നറിയാം. അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ അവരും ഒരു ഭാഗത്തുനിന്ന് അതിന് വേണ്ട നിരീക്ഷണം നടത്തുകയും ഒപ്പം വൈദ്യുതി നിലപാട് അവരുടെ നിരീക്ഷണങ്ങൾ നടത്തിയാലും മറ്റിതിലുള്ള ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റുള്ളവരും അവരുടെ നിരീക്ഷണങ്ങൾ കാര്യക്ഷമമായി നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപകടങ്ങളുടെ 99 അതായത് 99% ഒഴിവാക്കാൻ പറ്റും. അതിനുവേണ്ടിയായിരിക്കണം നാം ശ്രമിക്കേണ്ടത്. എന്നാൽ ഇതിൻ്റെ യാതൊരു ഇതില്ല. ഇപ്പോൾ ഈ ആൾക്കാർക്ക് കഞ്ഞിക്കിറ്റ് എപ്പോൾ കൊടുക്കണം, ഏത് സമയം ആ മുഹൂർത്തം നോക്കിക്കൊണ്ടിരിക്കും. കാര്യം ഈ ഭരണം തീരാറായി. അപ്പോൾ പഴയ പല തരികിട പരിപാടികളും പുറത്തെടുക്കാനുള്ള സംവിധാനത്തിലാണ്. ആവശ്യത്തിന് മനുഷ്യന് വേണ്ട
പെൻഷനും മറ്റുള്ള ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടാറില്ല. എത്രയോ ആൾക്കാരാണ് ഇന്നലത്തെ പേപ്പറിൽ തന്നെ കാണാൻ ഒരു പാവം പിടിച്ചൊരു വയസ്സായ സ്ത്രീയെ ചോർച്ചയുള്ള വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ഒരു വളരെ ആരോഗ്യം നശിച്ച ഒരു മോൾ ആ തള്ള ഇങ്ങനെ തൂക്കിപ്പിടിച്ച് ഇങ്ങനെ കുഞ്ഞിനെ ഒരു തള്ള എടുക്കുന്നുണ്ട്. സ്വന്തം തള്ള ഇങ്ങനെ എടുത്ത് മഴത്തുള്ളി വീഴാത്തൊരു ഭാഗത്തേക്ക് ഒതുങ്ങിയുന്ന കാഴ്ച വളരെ ഹൃദയഭേദകമാണ്. ഇന്നലെ ഞാൻ അതായത് എനിക്ക് കാണാൻ സാധിച്ചതാണ്. ഇതൊക്കെ ഒന്നും കേരളത്തിൽ നാം മുമ്പ് കണ്ടിട്ടുള്ള ഇതല്ല. എന്തുകൊണ്ട് ഈ സഹാക്കന്മാർ, അത് ഏത് പാർട്ടിക്കാരും, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും BJPക്കാരായിരുന്നാലും, ഈ കിടന്ന അനാവശ്യമായിട്ടുള്ള അട്ടഹാസങ്ങൾ കാണിക്കുന്നതിന് പകരം ഒന്ന് ഗ്രൂപ്പായിട്ട് ഇറങ്ങി ഓരോ ഏരിയകളിലും പോയി ഈ ചോറുന്ന വീട്ടുകാരെയും വീടുകളെക്കുറിച്ചും ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്നവരെക്കുറിച്ചും എന്തുകൊണ്ടൊരു അന്വേഷണം നടത്തുന്നില്ല? ആത്മഹത്യയുടെ വക്കിലിരിക്കുന്നവരെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? ഉപജീവനത്തിനായി നടത്തിയ വ്യാപാര സ്ഥാപനങ്ങൾ തകർന്ന് തരിപ്പണമായി അത് അടയ്ക്കുന്ന വക്കിലെത്തുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? എത്രയോ അന്വേഷണങ്ങൾ, എത്രയോ ഭാഗങ്ങൾ മനുഷ്യർ പല ബുദ്ധിമുട്ടുകളായി ജീവിക്കുന്നു. ഒരു അപകടമുണ്ടായാൽ മാത്രമേ ഓരോ പാർട്ടിക്കാരുടെയും കണ്ണ് തുറക്കത്തുള്ളൂ, പ്രസ്താവനകൾ വരത്തുള്ളൂ, ആ ഏരിയ പോയി വിസിറ്റ് ചെയ്യത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചില മാധ്യമ പ്രവർത്തകർ, ചില സോഷ്യൽ മീഡിയകൾ പല ഭാഗത്തും എത്തി അവിടുത്തെ ശോചനീയാവസ്ഥയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കാണിക്കാറുണ്ട്. അപ്പോഴാണ് കേരളത്തിൻ്റെ ഇത്ര ശോചനീയമായ അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മന്ത്രിമാരെന്നൊരു സുംബോയും കൊമ്പോയും പമ്പയും ഒക്കെ കളിച്ച് നൃത്തമാടി നടക്കാൻ അവർ കാണുന്നുള്ളൂ. ഒരു ഏറ്റവും കൂടുതൽ ഒരു മൃഗമന്ത്രി മീൻസ് ഈ വന്യമൃഗ സംരക്ഷണ മന്ത്രി, അവരൊക്കെ കാട്ടിക്കൂട്ടുന്ന ചില അവരൊക്കെ അവരുടെ ചില പ്രസ്താവന കാണുമ്പോൾ സങ്കടം തോന്നും. ഒന്നും അറിയില്ല. ഒരു പാർട്ടി ലേബിൾ ഒരു മന്ത്രിയാണ്. ഇപ്പം എല്ലാം അങ്ങനെയാണല്ലോ. അവർ എന്ത് കഴിവുണ്ട് ഏതുണ്ടെന്നില്ല. അങ്ങനെയുള്ളവരെല്ലാം ഒരു സൈഡിൽ ഒതുക്കി വെച്ച് തന്നിഷ്ടം കാട്ടിക്കൂട്ടി കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി മനുഷ്യനെ കൊല ചെയ്ത് കൊലയ്ക്ക് കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് അപകടം പറ്റിയ കുറച്ച് ലക്ഷങ്ങൾ അങ്ങ് കൊടുത്ത് അവരുടെ വായി മൂടുക, തീർന്നു. ഇതെല്ലാവർക്കും എല്ലാ കാലവും നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ നേതാക്കന്മാരോടും പാർട്ടി പ്രവർത്തകരോടും ഒക്കെ പറയുകയാണ്, നിങ്ങൾ എല്ലാ സംഖ്യയോടും കൊങ്കിയോടും മങ്കിയോടും പറയുകയാണ്, ദയവ് ചെയ്തൊരു അപകടം വരുന്നതിന് മുമ്പ് നിങ്ങളെങ്കിലും പോയി ഒന്ന് അന്വേഷിക്കുക. സംഘങ്ങളായി പോയി അത് കാട്ടിൻ്റെ ഉള്ളിലായതും മാർഗങ്ങൾ അവിടെ എത്താൻ സാധിച്ചില്ലെങ്കിലും എങ്ങനെയെങ്കിലും അവിടെ കടന്നെത്തിയുള്ള ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി അവർക്ക് വേണ്ട നല്ല സാഹചര്യം സൃഷ്ടിക്കുക, അവരെ മരണത്തിൽ നിന്നും ഒഴിവാക്കുക. പട്ടിണിപ്പാവങ്ങളാണെങ്കിൽ ഈ റേഷൻ ഈ കിറ്റെല്ലാം ഒന്ന് അഡ്വാൻസ് ആയിട്ട് അവിടെ കൊടുക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ അതിനെയും ഒരു കിറ്റിൻ്റെ പേരും പറഞ്ഞ് കുറച്ച് ഉദ്ഘാടനം മഹാമഹവും മാമാങ്കവും നടത്താൻ അല്ല ശ്രമിക്കേണ്ടത്. ഇപ്പോഴുള്ള പട്ടിണിയാണ് ആദ്യം അകറ്റേണ്ടത്. അല്ലാതെ വോട്ടിന് വേണ്ടിയുള്ള പട്ടിണി കിറ്റ് കൊടുക്കലല്ല അത്യാവശ്യം വേണ്ടത്. എന്നാൽ ജനങ്ങളിത് അനുഭവിക്കണം. അനുഭവിച്ചേ പറ്റുക. കാട്ടിക്കൂട്ടിയതിൻ്റെ ഫലങ്ങളാണ് ഇഞ്ചായി അനുഭവിക്കുന്നത്. പണ്ട് കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഉടൻ കയ്യിൽ കിട്ടും. അനുഭവിച്ചേക്കുക. കുറച്ച് അർത്ഥമില്ലാത്ത പ്രസ്താവനകളും അർത്ഥമില്ലാത്ത നാടകങ്ങളും അഭിനയങ്ങളും കാട്ടിക്കൂട്ടി മനുഷ്യനെ വിഡ്ഢികളാക്കുന്ന ചില മന്ത്രിമാരുണ്ട്. നിങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. എപ്പോഴും ഈ പ്രതാപവും പദവിയും നിങ്ങളോടൊപ്പം ഉണ്ടാകില്ല. ഒരു നേരത്തെ പനി വന്നാൽ പോലും നിങ്ങൾക്ക് സമാനം പറയാൻ പറ്റില്ല. നിങ്ങളതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ഇന്നില്ലെങ്കിൽ നാളെ. പക്ഷെ അതാരും കാണില്ലെന്ന് മാത്രം. നിങ്ങൾ ആരെ ഉപദ്രവിച്ചാലും ശരി, ഇഞ്ചായിട്ട് നിങ്ങളതിൻ്റെ വേദന അനുഭവിച്ച് മരിച്ചായിരിക്കും നിങ്ങളുടെ മരണത്തിലേക്ക് നിങ്ങൾ എത്തപ്പെടുക. ഇനിയെങ്കിലും പാവപ്പെട്ട് പിടിച്ചവരെ ഉപദ്രവിക്കാതിരിക്കുക. കിടപ്പാടമുള്ളവരെ കണ്ടെത്തുക. ചോർന്ന് മഴ ഒലിച്ചാൽ
ചോർന്നൊലിക്കുന്ന വീടിനെ കണ്ടെത്തുക, ആഹാരമില്ലാത്തവർക്ക് ആഹാരം എത്തിക്കുക, അത് ചെയ്യുക. ആ പുണ്യപ്രവൃത്തി അങ്ങനെ ചെയ്ത തെറ്റിന് ഈശ്വരനൊരു മാപ്പ് അപേക്ഷിക്കുക. ഇതേ ഈ സുപ്രഭാതത്തിൽ പറയാനുള്ളൂ. ഏത് പത്രമെടുത്താലും ദുരന്ത വാർത്തകൾ, കമ്പി പൊട്ടി മരണമടഞ്ഞു, ആക്സിഡൻ്റ് മരണം. അതായത് മനുഷ്യൻ മരിക്കാൻ വേണ്ടി തന്നെ റോഡിൽ കുഴി ഉണ്ടാക്കി വയ്ക്കുകയാണ്. മഴ പെയ്യുമ്പോൾ വെള്ളം നിറഞ്ഞ് കിടക്കുക, കുറച്ച് കോൺക്രീറ്റ് കൊണ്ട് അത് മൂടാൻ ശ്രമിക്കുക. എന്തൊരു വിഡ്ഢിത്തരമാണ്! നാം കാണാത്ത കലാപരിപാടികളാണ് ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത്. നാം അനുഭവിച്ചല്ലേ പറ്റൂ, അനുഭവിക്കണം. എത്ര നാൾ അനുഭവിക്കേണ്ടി വരും അത് ഈശ്വരന് മാത്രമേ അറിയാമൂ. ഈ വിവരങ്ങൾ എല്ലാവരിലും, എല്ലാ ശ്രോതാക്കൾക്കും മറ്റുള്ളവരുടെ ശ്രോതാക്കളൊന്ന് എത്തിക്കുക. അതുകൊണ്ട് ആദ്യം സ്വയം രക്ഷ നേടുക. സ്വയം രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും വഴികൾ കണ്ടെത്തുക. ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള സുരക്ഷ നിങ്ങൾക്ക് കുറച്ച് ലക്ഷ്യമായിട്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവിടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തീരുമോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു ജീവൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോ അമ്മയോ അച്ഛനോ മക്കളോ ആര് നഷ്ടപ്പെട്ടാലും അതിന് ലക്ഷങ്ങൾ കൊണ്ട് അതിൻ്റെ വില നമുക്ക് പരിഹരിക്കാൻ സാധിക്കില്ല. ഇനിയെങ്കിലും ഈ ഗവൺമെൻറ് ദയവ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിന് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ പുറത്തുവിട്ട് ഈ ഒരു സാഹചര്യം, ഈ ഓരോ അപകട മേഖലകളും സന്ദർശനത്തിന് വേണ്ട പരിഹാര മാർഗം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ദൈവം നിങ്ങളെ സഹായിക്കില്ലെങ്കിൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. മോശമായി നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ പരമ്പരകളെ തന്നെ തീരുമാനിക്കും. കാണാൻ വീണ്ടും മറ്റൊരു വീഡിയോയിൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താലും. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.